ഫ്രണ്ട്സ്, ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇടിച്ചക്ക വെച്ചിട്ട് ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇടിച്ചക്ക കിട്ടുന്ന കാലമാണ്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തതാണ് കേട്ടോ ഇത്. നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഈ വേവിച്ച് വെച്ച് ഇടിച്ചക്ക നമുക്ക് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി നമുക്കിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകും. എന്നിട്ടിത് ക്രഷ് ചെയ്ത് എടുക്കണം. നല്ലപോലെ അരയരുത്, ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. ഇതുപോലെ ആണ് നമുക്ക് കിട്ടേണ്ടത്. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് സവോള, ഒരു വലിയ സവോള, പിന്നെ ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ മസാലപ്പൊടികളോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല, മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നല്ലപോലെ യോജിപ്പിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. വറുക്കാത്ത അരിപ്പൊടിയാണ്. എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് നമ്മൾ പരിപ്പ് വടയ്ക്കൊക്കെ തട്ടിയെടുക്കില്ലേ, അതേപോലെ ഇത് പരിപ്പ് വട ആക്കണത് പോലെ ഇത് തട്ടിയെടുക്കണം. ഇതിലൊട്ടും വെള്ളം ചേർക്കരുത്. കാരണം നമ്മൾ ആ വേവിച്ച ഇടിച്ചക്കയുടെ ആ വെള്ളം തന്നെ ധാരാളമാണ്. ആ വെള്ളത്തിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമുക്കിത് ഇതുപോലെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോറി കേട്ടോ, എൻ്റെ കയ്യിൽ നിന്ന് ഈ വട തട്ടുന്നത് മിസ്സായി പോയി. അപ്പം നമ്മൾ സാധാ പരിപ്പ് വട തട്ടില്ലേ, അതേപോലെ തന്നെ തട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതെല്ലാം തട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം. എണ്ണയിലിട്ട് ഇത് വറുത്ത് കോരിയെടുക്കണം. ഞാൻ എണ്ണ അടുപ്പത്ത് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് ഓരോന്നും ഇട്ടിട്ട് 2 ഭാഗവും തിരിച്ചിട്ടിട്ട് 2-3 പ്രാവശ്യം 2 വശവും തിരിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നല്ലൊരു വടയാണ് കേട്ടോ. അപ്പോൾ ഇടിച്ചക്കയാണെന്ന് പറയില്ല. ഇപ്പോൾ കുട്ടികളോടോ മുതിർന്നവരോടോ ആരോടായാലും നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്താൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇത് ഇടിച്ചക്ക കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. മാത്രമല്ല ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ മിച്ചറും വടയൊക്കെ കഴിക്കുമല്ലോ, പരിപ്പ് വടയും ഉഴുന്ന് വടയൊക്കെ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കില്ല, അതേപോലെ തന്നെ ഇതും നമുക്ക് ഈ വടയും കൂട്ടിയിട്ട് നമുക്ക് ചോറുണ്ണാൻ പറ്റും. നല്ല സ്വാദുള്ളൊരു വടയാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എല്ലാവർക്കും. വളരെ സിമ്പിളാണ്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതിയല്ലോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള സിമ്പിൾ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള ഐറ്റങ്ങളും വീട്ടിൽ നിന്ന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് 2-3 പ്രാവശ്യം തിരിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് കൂടെ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാകുമ്പോൾ നമ്മൾക്ക് ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. ഉള്ളും പുറവും ഒരേപോലെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിതെല്ലാം വറുത്ത് എടുത്തു. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റുള്ള ഒരു ഇടിച്ചക്ക വടയാണിത്.